ഞാൻ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തുമല്ല കേട്ടോ, അങ്ങനെ ഞാൻ പറയത്തേ ഇല്ല. അത് അവരുടെ ജോലിയാണ്. ഞാൻ അങ്ങനെ ചെയ്തോ? ഇപ്പൊ അങ്ങനെ ചെയ്താൽ തന്നെ അതും എൻ്റെ ഇഷ്ടമല്ലേ? അത് ആരും അതിനകത്ത് ഇടപെടണം. ഞാൻ എന്ത് ഡ്രസ്സിന്, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്യണം, എന്ത് അഭിനയിക്കണം. എല്ലാവർക്കും നമസ്കാരം. രേണു സുധി, ഇനി ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. രേണു സുധിയെ ഒരു സമയത്ത് ആൾക്കാരെ സ്നേഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു, ആ സ്ത്രീക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ ഇന്ന് രേണു സുധീന് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിലിരിപ്പ് തന്നെയാണ്. അതിൽ കുറഞ്ഞ് വേറൊന്നും എനിക്ക് പറയാനില്ല. നമ്മുടെ കയ്യിലിരിപ്പാണ് നമ്മളെ നാട്ടുകാർ ഉയർത്തുന്നതും താഴ്ത്തുന്നതും. അത് സ്വയമേ മനസ്സിലാക്കി വളരെ നല്ല കാര്യമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ജനങ്ങൾക്കൊരു റെസ്പെക്ട് ഉണ്ട്. അതിന്റെ കുറച്ച് റെസ്പെക്ട് ആണ് രേണു സുധിക്കും ജനങ്ങൾ കൊടുത്തിരുന്നത്. എന്നാൽ രേണു സുധി ആ റെസ്പെക്റ്റിനെ കളഞ്ഞു കുളിക്കുകയാണെന്ന് തന്നെ പറയാൻ സാധിക്കും. റീസെന്റ് 1-2 കോൺട്രവേഴ്സി ഉണ്ടായി. ഒന്ന് ദാസേട്ടന്റെ കൂടെ ഒരു റീൽ ചെയ്തത് ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല, ഞാൻ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തത്. എന്നാൽ രണ്ടാമത് ഇവരൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കി. എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഡോക്ടർ ഗോവൻ എന്ന വേണുഗോപാൽ എന്ന എന്തോ പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് ഇതിന്റെ സത്യാവസ്ഥ അറിയണം, ഇന്ന ചാനലിൽ പോയി ഇന്റർവ്യൂ കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ട് വെച്ചിരുന്ന ഒരു പക്ക ഫ്രോഡ് പരിപാടി പോലെ കാണിച്ചിട്ട് കൂട്ടിയിട്ടുള്ള ഒരു പരിപാടി. ആ സാധനം കണ്ടപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റിയില്ലേ, ഇതുവാടെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ആ ഒരു രീതിയിൽ. അപ്പോഴും കുറെ പേര് പറയും നീ പോയി ചെലവിന് കൊടുക്കൂടാന്ന്. ഞാൻ ചെലവിനൊന്നും കൊടുക്കേണ്ട കാര്യവും. ഇവർക്കെതിരെ വരുന്ന കമന്റ്സ്, നെഗറ്റീവ് കമന്റ്സ് കുറെ ഉണ്ട്. അതായത് ചീത്തവിളിയും പള്ളുവിളിയുടെ പൂരമുണ്ട്. അതൊരിക്കലും ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ മാന്യമായ രീതിയിൽ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ രേണു സുധിന് നല്ലപോലെ നെഗറ്റീവ് ആയി മാറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് ഇമേജോടെ നിന്ന രേണു സുധിക്ക് നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം പതുക്കെ വരാൻ തുടങ്ങി. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുധിയുടെ പേരും പറഞ്ഞ് നല്ലൊരു സഹഭാവം ഉണ്ടായിരുന്നു. എന്നാൽ കയ്യിലിരിപ്പ് കാരണമാണ് ഇതെല്ലാം വഷളാക്കി ഈ കോലത്തിലാക്കിയത് രേണു. അത് ഞാനായിട്ട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ കാര്യം അറിയാം. കേട്ടോക്കോ, ഒരു ഇന്റർവ്യൂ ഫൈനൽ ന്യൂസിൽ വന്നിട്ടുള്ള ഈ ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഞാൻ വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞെങ്കിൽ എനിക്കുള്ള ചെലവിന് ആരും കൊണ്ടുപോയി തരത്തില്ല. അപ്പൊ നിങ്ങൾ വിമർശിക്കുന്നവര് വിമർശിച്ചോളൂ, ഞാനിത് ചെയ്യും, എനിക്ക് എന്റെ ചെലവിന് കണ്ടെത്തിയേ പറ്റുള്ളൂ എന്ന്. അപ്പൊ ഈ വിമർശനങ്ങള്, അതായത് സുധിച്ചേട്ടന്റെ ഭാര്യ എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നിപ്പോഴും പറയുന്ന ആളുകളോട് എന്താ കച്ചവടമാക്കുന്നു ഇവർ പറയുന്നത്? കച്ചവടമാക്കുന്നു. എനിക്കൊരു യൂട്യൂബ് ചാനൽ പോലും ഇല്ല. ഈ കഴിഞ്ഞ ഇടയ്ക്ക് എല്ലാവരും പറഞ്ഞേ നിനക്ക് യൂട്യൂബ് ചാനൽ ഇല്ലേ? എനിക്കില്ല. പിന്നെ ഞാൻ ഏത് രീതിയിലാണ് കച്ചവടമാക്കുന്നത്? ഇൻസ്റ്റയിൽ എനിക്ക് പൈസ കിട്ടുന്നുണ്ടോ? ഇല്ല. ഫേസ്ബുക്കിൽ കിട്ടുന്നുണ്ടോ? ഇല്ല. പിന്നെ ഏത് രീതിയിലാണ് കച്ചവടമാക്കുന്നത് എനിക്കറിയത്തില്ല. പിന്നെ റീൽ ചെയ്യുന്നത് നമ്മൾ പൈസയ്ക്കാണോ? അല്ല, അത് നമ്മുടെ ടൈം പാസ്. പിന്നെ പ്രൊഫഷണലായിട്ട് അഭിനയിക്കുന്നത്, നാടകമൊക്കെ അഭിനയിക്കുന്നത് നമ്മുടെ വരുമാന മാർഗം തന്നെയാണ്, അതുപോലെ പാഷനുമാണ്. എന്റെ പൊന്നു രേണു സുധി, ഞാനൊരു കാര്യം പറയട്ടെ. ഈ റീൽസ് ചെയ്യുന്നതും ഓരോ പോസ്റ്റുകളും കാര്യം ചെയ്യുന്നതും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ചാനലിന് റീച്ച് വരും. റീച്ച് വന്നു കഴിഞ്ഞാൽ നാളെ ഒരുപാട് കൊളാബും കാര്യങ്ങളൊക്കെ കിട്ടും. അതുവഴി നമുക്ക് ഏണിങ്സും കിട്ടും. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയാൻ നിൽക്കാതെ, നമുക്കും അറിയാം ഫീൽഡിൽ കുറച്ച് കാലമായി നമ്മൾ നിന്ന് വരവുന്നുണ്ട്. പൈസയ്ക്ക് വേണ്ടി അല്ല, ഞാൻ എന്റെ മനസമാധാനത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല. പിന്നെ ഇന്റർവ്യൂവിന് വരുമ്പോൾ എന്തായാലും ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് പൈസ തരാതെ ഇരിക്കത്തില്ല. അതുകൊണ്ട് അതിന്റെ ഇടയിൽ കിടന്ന് വരവാൻ നിൽക്കാതെ, പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാനൊരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നതിൽ എനിക്ക് തികച്ചും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ശരിയാവത്തില്ല, ഞാൻ പറയുന്നില്ല, വിട്ടേക്കാം, പൊട്ട്. പാഷനില്ലാതെ നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യില്ലല്ലോ, നമുക്കൊരു ഇഷ്ടം വേണ്ടേ. സോ ഇവരൊക്കെ ഇനി വിമർശിച്ചുകൊണ്ടിരിക്കട്ടെ. ഇനി മുന്നോട്ട് ഇനിയും എയറിലാകാനുള്ളതോ നമുക്കറിയില്ലല്ലോ. എന്ത് പ്രോജക്റ്റ് വന്നാലും എയറിലാകാനുള്ള പ്രോജക്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ ആയിപ്പോവും, ഞാൻ എന്ത് ചെയ്യും, അതിന് എൻ്റെ കുറ്റമല്ല. സോ എന്ത് പ്രോജക്റ്റ് വന്നാലും എനിക്ക് കംഫോർട്ടാണെങ്കിൽ ഞാൻ ഞാൻ ചെയ്തിരിക്കും. അത് എന്ത് വേഷമാണെങ്കിലും എനിക്ക് കംഫോർട്ടാകണം. ഞാനൊരു വേദനിക്കുന്ന കോടീശ്വരന എന്നൊക്കെ നമ്മൾ ഡയലോഗ് കേട്ടിട്ടില്ല, അതുപോലെയാണ് ഈ രേണുവിന്. സത്യം പറഞ്ഞ ഒരു സഹതാപത്തിന്റെ സാധനത്തിലൂടെയാണ് രേണു ഫെയിമായി വരുന്നത്. അതിനുശേഷം സുധിച്ചേട്ടന്റെ പേരും പറഞ്ഞ് ഒരുപാട് ഇന്റർവ്യൂസിൽ കയറി ഇറങ്ങി കരഞ്ഞുകൊണ്ട് നടന്നു. എന്തിന് ലക്ഷ്മി നക്ഷത്ര ഒരു വീഡിയോയിൽ ഉൾപ്പെടെ കരഞ്ഞുകൊണ്ടങ്ങ് നടക്കുകയാണ് സ്ഥിരം. നിങ്ങൾ സ്ഥിരം കരഞ്ഞുകൊണ്ട് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ വിമർശിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. അതായത് ഇന്റർവ്യൂയിലെല്ലാം കയറി ഇറങ്ങി കരഞ്ഞുകൊണ്ട് നടക്കുന്നത് എനിക്ക് പേഴ്സണലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഭർത്താവ് മരിച്ചു പോയിട്ട് ലോകത്ത് ആദ്യത്തെ ഭാര്യയാണോ നിങ്ങൾ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യമായിരുന്നു എനിക്കൊന്ന് മനസ്സിൽ തോന്നിയിട്ടുള്ള. മൂവ് ഓൺ ആവുക, വിഷമം കാണും, ജീവിക്കുക, ജീവിതത്തിലോട്ട് മുന്നോട്ട് പോവുക. അതിനുശേഷം നിങ്ങൾ ഈ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. എന്നാൽ ഏതൊരു ഡോക്ടർ എന്ന് പറയുന്ന വ്യക്തിയായിട്ടൊക്കെ വന്നിട്ട് ഒരു ഫോട്ടോഷൂട്ടും കാണിച്ചു വെച്ചിട്ട് അതിന്റെ അടിയിൽ ടൈറ്റിലൊക്കെ പച്ച വരാതെ എഴുതി വെച്ചിട്ട് അതിന് ഇന്റർവ്യൂ അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വെറും പുച്ഛമാണ് തോന്നിയത്. സത്യം ധീരത്തിൽ പറയാൻ എനിക്ക് വെറും പുച്ഛമാണ് തോന്നിയത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിപ്പ് തന്നെയാണ് നിങ്ങൾ ഇരന്ന് വാങ്ങുന്നത്, നാട്ടുകാരുടെ വായിലിരിക്കുന്നത്. കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. ഞാൻ തികച്ചും നിങ്ങൾ മൂവ് ഓൺ ആവുക, ജീവിതത്തിൽ ഇനി റീൽസ് ഒക്കെ ചെയ്യുക,
നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. പക്ഷെ അതിന്റെ ഇടയിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുക, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ജനങ്ങൾ അല്ലെങ്കിൽ വിമർശിച്ച ജനങ്ങൾ ഒരുമാതിരി പറ്റ പുച്ഛിച്ച് തള്ളുക, അത് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. ചീത്ത വിളിക്കുന്നവർ തിരിച്ചും ചീത്ത വിളിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ് എന്റെയും കോൺസെപ്റ്റ്. പക്ഷേ മാന്യമായ രീതിയിൽ വിമർശിക്കുന്നവരെ നെഗറ്റീവ് കമന്റ് ആണെന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിക്കൊണ്ട് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. ഞാൻ ചെയ്യും. അതെ, ദാസേട്ടന്റെ കൂടെ ഇഴുകി ചേർന്ന് അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകളുണ്ടല്ലോ. ഇഴുകി ചേർന്ന് അഭിനയിച്ചതാണ് പ്രശ്നം. അതായത് അയ്യോ സുധിച്ചേട്ടനുള്ളപ്പോ ആരെ കൊണ്ടും തൊടിയിപ്പിക്കാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന രേണു ഇപ്പൊ ഇതാ ദാസേട്ടന്റെ കൂടെ അഭിനയിക്കുന്നു എന്നൊക്കെ പറയുന്നു. തൊട്ട് അഭിനയിക്കേണ്ട സ്ഥാനത്ത് തൊട്ട് അഭിനയിക്കണമെങ്കിൽ ഞാൻ അഭിനയിക്കും. അത് എന്റെ കംഫോർട്ടാണ്. അത് ഈ നാട്ടുകാരും ആര് പറഞ്ഞിട്ട് ഞാൻ കേൾക്കത്തില്ല. കാരണം ഞാൻ കുറച്ച് പേരുടെ പേര് പറഞ്ഞു. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ ചേച്ചി, ചേട്ടൻ്റെ വൈഫ്, എൻ്റെ മൂത്ത മോൻ, ചേട്ടൻ്റെ വൈഫ്, സുചേട്ടൻ്റെ ഫാമിലി, അങ്ങനെ ഞാൻ കാണുന്നേ. ഇവരോട് ഇത്രയും പേരോട് ഞാൻ കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് അഭിനയിക്കുന്നത്. വേറെ ആരും ഞാൻ എന്തിനാ നോക്കുന്നത്? ഇളയ കുഞ്ഞിനെ ഒന്നും അറിയില്ല. ഇവിടെ നിങ്ങൾ തൊട്ട് അഭിനയിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ബിക്കിനിട്ട് അഭിനയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരോടെ പോയിട്ട് എങ്ങനെ അഭിനയിക്കുന്നതുകൊണ്ടോ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. അങ്ങനെ കുറ്റം പറയുന്നവരെയൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അതിൽ യോജിപ്പൊന്നുമില്ല. പക്ഷെ അല്ലാണ്ട് നിങ്ങൾ കുറെ ഉടായ്പ പരിപാടികളൊക്കെ കാണിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ ഒരു ഡോക്ടറുമായിട്ടൊക്കെ പോയി ഫോട്ടോഷൂട്ട് എടുത്തിട്ട് ആൾക്കാരെ വിട്ടികളാക്കി, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നെഗറ്റീവ് വരും, ചീത്തവിളി കിട്ടും എന്ന് അറിഞ്ഞു വച്ചും കൊണ്ട് അതിനൊരു കോൺട്രവേഴ്സി ആക്കാൻ വേണ്ടിയിട്ട് ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പരിപാടി കാണിച്ചില്ലേ, അതുപോലത്തെ നാറിയ പരിപാടികൾ കാണിക്കാതിരിക്കുക. എനിക്ക് അതുപോലത്തെ പരിപാടിയൊന്നും ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലാണ്ട് നിങ്ങൾ എന്ത് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് അഭിനയിക്കും. ഇവിടെ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനെല്ലാം അഭിനയിക്കുന്നത്, അതൊന്നും ഒരു തെറ്റല്ല. പക്ഷേ നാറിയ പരിപാടി കാണിക്കാതിരിക്കും. എനിക്ക് അതേ പറയാനുള്ളൂ. പ്രത്യേകിച്ച് സുധിച്ചേട്ടന്റെ പേരും പറഞ്ഞിട്ട് ഒരുപാട് സഹതാപം ഒരു സമയത്ത് പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. എന്നും അതേ സഹതാപത്തിൽ ഇരിക്കണം, അതുപോലെ തന്നെ വെള്ള സാരി കൊടുത്തിരിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, എന്താന്ന് വെച്ചാൽ ജീവിക്കാം. പക്ഷെ നാട്ടുകാരെ പറ്റിച്ചും കൊണ്ട് അല്ലെങ്കിൽ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള ജീവിതം ജീവിക്കാതിരിക്കുക. എന്തായാലും ആൾക്കാർ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ ഇതൊരു കോൺട്രവേഴ്സി വിഷയമാകും എന്ന് അറിഞ്ഞു വെച്ചും കൊണ്ട് അതിനൊരു കോൺട്രവേഴ്സി ആക്കിയിട്ട് കളിക്കുന്ന ഒരു നാറിയ കളിയില്ലേ, ആ കളി കളിക്കാതിരിക്കുക. എനിക്ക് അതേ പറയാനുള്ളൂ. അപ്പോ ചിലരുടെ പ്രശ്നം എന്ന് പറയുന്നത് നീ എന്ത് വേണേലും ചെയ്തു, ആ സുധിച്ചേട്ടന്റെ ഫോട്ടോ ഒന്ന് പ്രൊഫൈലിൽ നിന്ന് മാറ്റിയിട്ട് നീ എന്ത് വേണേലും ചെയ്തു എന്ന് പറയുന്നവരുണ്ട്. മാറ്റാ എന്നാ ഈ പറയുന്നവന്റെ ഫോട്ടോ ഇങ്ങനെ ഞാൻ വെക്കാം. ഇവിടെ ഞാൻ സുധിച്ചേട്ടന്റെ വൈഫാണ്. ഇന്നും ഞങ്ങൾ നിയമപരമായിട്ട് കല്യാണം കഴിച്ചവരാണ്. ഞങ്ങൾ മെയ് 7 2017 മെയ് 7 ഞങ്ങൾ രണ്ടുപേരും നിയമപരമായിട്ട് കല്യാണം കഴിച്ചവരാണ്. ഞാൻ വേറെ ഒരാളെ കെട്ടിയില്ല. എനിക്ക് വേണമെങ്കിൽ എന്താ കെട്ടാൻ പറ്റത്തില്ലേ? പക്ഷെ ഞാൻ കെട്ടിയിട്ടില്ല. ഞാൻ സുധിച്ചേട്ടന്റെ വൈഫാണ്. 10ഉം 12ഉം കെട്ടി നടക്കുന്നവർക്ക് വിഷയമില്ലല്ലോ. ഇതിപ്പോ അപ്പം ഞാൻ എൻ്റെ കെട്ടിയവന്റെ ഫോട്ടോ ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മാറ്റിയിട്ട് എൻ്റെ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അത് ഞാൻ ചെയ്യും. അത് എൻ്റെ ഇഷ്ടമാണ്. ഈ നാട്ടുകാർ പറഞ്ഞിട്ടാണോ ഞാൻ ചെയ്യുക? അവരോട് പറയാം അവരുടെ പ്രൊഫൈൽ മാറ്റാൻ, അവർ മാറ്റുമോ? ഇല്ലല്ലോ. ഇതൊക്കെ എൻ്റെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യം, എൻ്റെ പേഴ്സണൽ കാര്യമാണ്. സോ അന്ന് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അത് ഞാൻ ഇഷ്ടം പോലെ കമന്റ് വരുന്നുണ്ട്. ഓഹോ ആണോ, ഇഷ്ടംപോലെ കമന്റ് വരുന്നുണ്ട്, ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓരോ കമന്റിനുള്ള റിപ്ലൈ പോലെയല്ല ഓരോന്നും എടുത്തു വെച്ച് പറഞ്ഞപ്പോ പറയുന്ന ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ട്. രേണു ചുമ്മാ ഇരുന്ന് തള്ളി മറിക്കാൻ നിൽക്കാതെ. എനിക്കത് പറയാനുള്ളൂ. എന്ത് ഇത് ഈ പറയുന്നതും കേൾക്കുന്നതൊക്കെ നിങ്ങളോട് ഇവിടെ ആർക്കും ഒരു ദേഷ്യമൊന്നുമില്ല. പിന്നെ ഒരു സമയത്ത് നിങ്ങൾ ആ രീതിയിൽ കണ്ടിട്ട് ഈ രീതിയിൽ പെട്ടെന്ന് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരെ ഞാൻ പറയുന്നത് നിങ്ങൾ മൈൻഡ് മാറുക. അവർക്ക് ഇനിയും ജീവിക്കണം, അടിപൊളിയായിട്ട് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. ഇവിടെ ഇനി രേണു മാത്രമാണോ ഭർത്താവ് മരിച്ച ലോകത്തിലെ ആദ്യത്തെ സ്ത്രീ എനിക്കറിയില്ല. ആ മൈൻഡ് സെറ്റ് നാട്ടുകാരൊന്ന് മാറ്റി പിടിക്കുക. അങ്ങനത്തെ വെളിത്തനം ബോധമില്ലായ്മയൊക്കെ കമന്റിൽ അടിച്ചു വിടാതിരിക്കുക. പക്ഷേ രേണു സ്വയമേ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ക്ലെൻസിങ് ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ട്. അത് ആദ്യം ചിന്തിക്കുക. എനിക്ക് നാട്ടുകാരെ വായിരിക്കണ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കാതിരിക്കുക. ആ ഒരു പരിപാടി നിർത്തരേണു. ചുമ്മാ എന്തിനാ ഇതിപ്പോ വീണ്ടും ഈ ഒരു പ്രശ്നമെല്ലാം തീർന്നതിന് ശേഷം ഈ കെട്ടടങ്ങിയിരിക്കുന്ന സമയത്ത് അടുത്ത ഇന്റർവ്യൂ കൊടുത്ത് വീണ്ടും കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നു. ലൈം ലൈനിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇതിനാ ഇതൊക്കെ. അല്ലാണ്ട് ആരെന്ത് ഫോട്ടോ ഇട്ടാലും എന്ത് വീഡിയോ ഇട്ടാലും ഈ ലോകത്ത് വിമർശനങ്ങൾ വരും. അത് താങ്ങാൻ പറ്റൂലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്, അങ്ങ് നിർത്തി പോവുക. അതേ എനിക്ക് പറയാനുള്ളൂ. എന്റെ വീഡിയോ എടുത്തു നോക്ക്, 10 പേരാണ് കാണുന്നതെങ്കിൽ ഒരു 2 പേരെങ്കിലും എന്നെ ചീത്ത വിളിച്ചിട്ട് പോകും. അതാണ് അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ താങ്ങാൻ പറ്റുമെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് കൊണയടിക്കുക, അല്ലെങ്കിൽ വിട്ടിട്ട് അങ്ങ് പോവുക. എനിക്കത് പറയാനുള്ളൂ. മെയിനായിട്ട് ഉള്ള കാര്യം പറയാനുള്ളൂ. എന്നും വന്നിരുന്ന കരഞ്ഞിരിക്കുന്ന ഈ ഒരു പരിപാടി ഓർത്ത് എന്നെ അവര് പറഞ്ഞു ഇവര് പറഞ്ഞു പുച്ഛം. ഇതൊക്കെ എന്തിനാണ് വാരി പുച്ഛം വാരി ഇങ്ങനെ വെതറി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്റെ ഒന്നും ആവശ്യമില്ല. ബാക്കി സുധിച്ചേട്ടന്റെ പ്രൊഫൈൽ മാറ്റിയിട്ട് വേണ്ടേ നിന്റെ ഈ അഴിഞ്ഞാട്ടം? എന്താ അഴിഞ്ഞാട്? ഞാൻ അഴിഞ്ഞാടിയോ? ഞാൻ അഭിനയിച്ചതല്ലേ. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എവിടെയോ പറഞ്ഞു, ബിക്കിനി ഷൂട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളില്ലേ, ഞാൻ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തുമല്ലോ കേട്ടോ. അങ്ങനെ ഞാൻ പറയത്തേ ഇല്ല. അത് അവരുടെ ജോലിയാണ്. ഞാൻ അങ്ങനെ ചെയ്തോ? ഇപ്പൊ അങ്ങനെ ചെയ്താൽ തന്നെ അതും എൻ്റെ ഇഷ്ടമല്ലേ. അത് ആരും അതിനകത്ത് ഇടപെടണം. ഞാൻ എന്ത് ഡ്രസ്സിന്, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്യണം, എന്ത് അഭിനയിക്കണം,
ഞാനും ഒരു മനുഷ്യനാണ്, ഈ ഒരു ഇന്ത്യ ഭൂഖണ്ഡത്തിൽ അല്ലേ, അങ്ങനെയാണോ പറയുന്നത്, അവിടെ ജീവിക്കുന്ന ഒരു ജീവിയാണ് ഭൂമിയിൽ ജീവിക്കുന്നത്. അതൊക്കെ എൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യമല്ലേ? പിന്നെ എന്തിനാണ് ഇവറ്റകൾ ഇങ്ങനെ കിടന്ന് പറയുന്നത്? എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു കമന്റ്, ഒരു പെണ്ണാണ്, അതൊരു പ്രൊഫൈൽ ഒറിജിനലാണ്. നീ സുധിച്ചേട്ടനോട് ഉണ്ടായിരുന്നപ്പോൾ നീ പിച്ചക്കാരിയായിട്ട് നടന്നു, ഇപ്പം നീ എന്നെ ഇങ്ങനെ നടക്കുന്നത്? അതിന് ഇവരാണോ കണ്ടത്? എന്നെ സുധിച്ചേട്ടൻ പിച്ചക്കാരിയായിട്ട് നടത്തിയെന്ന് ഇവരാണോ കാണുന്നത്? ഞാൻ ലാസ്റ്റ് എനിക്ക് റിപ്ലൈ കൊടുത്ത് മടുത്ത് ഞാൻ ബ്ലോക്ക് ചെയ്തു. പിന്നെ എനിക്ക് ഇനി വയ്യ റിപ്ലൈ കൊടുക്കാൻ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ചതിന് ശേഷം നിരന്തരം സുധിച്ചേട്ടന്റെ പേരും പറഞ്ഞ് ഓരോ ഇന്റർവ്യൂവിലും കയറി ഇറങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടന്നത് നിങ്ങളാണ്. സുധിച്ചേട്ടന്റെ ഭാര്യയാണ് എന്ന് 10 ആളെ അറിയിച്ചുകൊണ്ട് നടന്നതും നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സുധിച്ചേട്ടന്റെ പേരും പറഞ്ഞ് ഒരുപാട് സഹതാപം നിങ്ങൾ പിടിച്ചു പറ്റിയത് അല്ലെ? ഒരു സമയത്ത് ആലോചിച്ച് നോക്ക്, ഇന്റർവ്യൂവിലെല്ലാം കയറി ഇറങ്ങി കരഞ്ഞുകൊണ്ട് തുടങ്ങും, സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് ബീജം ഇട്ട് കരയുമായിരുന്നു. ആ കരച്ചിലിന് ശേഷം ആൾക്കാർക്ക് നിങ്ങളെ പെട്ടെന്ന് ഈ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അത് ആൾക്കാരെ കുറ്റം പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ജീവിക്കണം, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കണം. പക്ഷെ ആ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ജനങ്ങൾ വിഡ്ഢികളാക്കിക്കൊണ്ട് നിങ്ങൾ ജീവിക്കാൻ നിൽക്കരുത്. എനിക്ക് അതാണ് നിങ്ങളടുത്ത് പറയാനുള്ളത്, കേട്ടോ? അല്ലാണ്ട് ഇപ്പോഴും സുധിച്ചേട്ടൻ വിടുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ട് സുധിച്ചേട്ടന്റെ പേരും പറഞ്ഞ് നിൽക്കുന്നുണ്ട്? ഈ സുധിച്ചേട്ടന്റെ പേരും പറഞ്ഞ് എന്നും ഇരുന്ന് കരയാണ്ട് അല്ലെങ്കിൽ എന്നും ഇരുന്ന് സംസാരിക്കാണ്ട് എന്നെ എന്തിനാ എല്ലാവരും നെഗറ്റീവ് പറയുന്നതെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്നും സുധിച്ചേട്ടന്റെ പേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? മതിയാക്കി അങ്ങേരെ വെറുതെ വിട്. പോയി, ഈ ഭൂലോകത്തൊന്ന് അങ്ങേര് പോയി, ഉള്ള കാര്യം പറയാമല്ലോ. ഇനി അങ്ങേരെ പേരും പറഞ്ഞ് എന്നും ഇവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിക്കൊണ്ട് നടക്കാതെ, പക്ഷെ ഒരാളുടെ പേരും പറഞ്ഞ് എന്നും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാതെ എനിക്കും താല്പര്യമില്ല. കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് അതാണ് പറയാനുള്ളത്. ഇനി സുധിച്ചേട്ടന്റെ പേരും പറഞ്ഞ് ഇവരെ പറയാനും നിൽക്കാതെ എന്തിന് വെറുതെ ചുമ്മാ ആവശ്യമില്ലാതെ. സമയമില്ല, ബ്ലോക്ക് ചെയ്ത് പിച്ചക്കാരിയായിട്ട് നടന്നു. ഇവരാണ് ഈ സുധിച്ചേട്ടൻ എന്നെ ഇത്രയും വർഷം കൊണ്ടു നടന്നത് പിച്ചക്കാരിയായിട്ടാണോ കൊണ്ടു നടന്നത്? എന്നെ പിച്ച തണ്ടാൻ വിട്ടോ സുധിച്ചേട്ടൻ? പിച്ചക്കാരിയായിട്ട് നടന്ന അവരങ്ങ് കൺഫേം പറയുക ഞാൻ പിച്ചക്കാരിയായിട്ട് നടന്നെന്ന്. അത് സുധിച്ചേട്ടനും കൂടെ അപമാനിക്കുന്ന രീതിയില്ല അവർ പറഞ്ഞത്. സുധിച്ചേട്ടൻ എന്നെ പിച്ചക്കാരിയായിട്ട് ഇന്ന് വരെ നടത്തിയിട്ടുണ്ടോ? എന്നെ പിച്ച തണ്ടിച്ചിട്ടുണ്ടോ? പുള്ളി 5-6 വർഷം എൻ്റെ കൂടെ ജീവിച്ച മനുഷ്യനാ. ഞാൻ എങ്ങും ഒരു വഴിയിലും പോയിട്ടില്ല, വന്ന വഴി തന്നെയാണ്. അതിന് മറക്കാൻ എനിക്ക് ഇനി അൾസിമേഷസ് വരണം മറക്കാൻ. സുധിച്ചേട്ടനുള്ള സ്നേഹം അങ്ങ് പൊട്ടി ഒഴുകും ഓരോരുത്തർക്ക്. ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുന്നേ ഒരുപാട് പ്രശ്നങ്ങൾ വന്നല്ലോ സുധിച്ചേട്ടന് ലോക്ക്ഡൗൺ ടൈമിൽ, എല്ലാവർക്കും അറിയാം. അന്നൊന്നും ഇത്ര ആൾക്കാരെ കണ്ടില്ലല്ലോ ഞങ്ങളാരും. നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതായത് വേറൊന്നുമല്ല, ഇന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നാളെ നമ്മളെ വിമർശിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ അവർ നല്ലതെന്ന് പറയും, നമ്മൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അത് തെറ്റെന്നും അവർ ചൂണ്ടിക്കാണിക്കും. മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. ചിലപ്പോൾ ചിലവരെ പൊക്കി വെക്കും, പിന്നെ കൊണ്ട് താഴ്ത്തിട്ട്, അങ്ങനെയും സംഭവിക്കാറുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ കൊല്ലം സുധിയുടെ പേരിലുള്ള ഒരു സഹതാപത്തിന്റെ പേരിൽ രേണുവിനെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത്. എന്നാൽ ഒരു സമയം കഴിഞ്ഞ് രേണുവിന് എവിടേക്ക് അഹങ്കാരം ഉണ്ട് എന്നുള്ളൊരു ഫീല് ഈ കാണുന്ന ജനങ്ങൾക്ക് തോന്നി തുടങ്ങി. അതിനുശേഷം അവർ വിമർശിക്കാൻ തുടങ്ങി. വിമർശിച്ചപ്പോൾ അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നി. ഒരിക്കലും ഞാൻ നിങ്ങളടുത്ത് ഭർത്താവ് മരിച്ച സ്ത്രീ ആയതുകൊണ്ട് വെള്ള വസ്ത്രവും ഉടുത്തിരിക്കണം, അല്ലെങ്കിൽ ഇനിയൊരു കല്യാണം കഴിക്കാൻ പാടില്ല, നിങ്ങൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഒരു പരിധിവരെ നിങ്ങൾക്ക് അഹങ്കാരം എന്ന് പറയുന്ന സാധനം കുറയ്ക്കാം. അത് കുറച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എല്ലാ ആൾക്കാരെയും പുച്ഛത്തോട് കാണുക, പുച്ഛത്തോട് സംസാരിക്കുക, ആ ഒരു ടോക്ക് മാറ്റുക. പിന്നെ അതുപോലെ തന്നെ പിക്നിക് ഷൂട്ടോ എന്ത് ഷൂട്ടോ ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. അല്ലാണ്ട് വന്നിരുന്നിട്ട് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ ഷൂട്ടുകളും കാര്യങ്ങളും നടത്തി അതിന്റെ താഴെ ടൈറ്റിൽ എഴുതി പിടിപ്പിച്ച് അപ്പുറത്ത് പോയി നോക്ക് ഇപ്പുറത്ത് പോയി നോക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഗായ്സ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സാധനങ്ങൾ പടച്ചുവിട്ട് ജനങ്ങളെ മിസ്ലീഡ് ചെയ്യിപ്പിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെ ഉറപ്പായിട്ട് വിമർശിക്കും. ആ വിമർശനം താങ്ങാൻ പറ്റില്ലെങ്കിൽ ഉറപ്പായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കരുത്. ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ഇട്ടണം.